ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഡേ ഇൻ മൈ ലൈഫും അല്ല, ബാക്കി വേറെ ഒന്നുമല്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഒരു നെവർ ഐ ഹാവ് എവർ ഈ ഒരു സംഭവം ചെയ്യാമെന്ന്. അപ്പോൾ യൂട്യൂബിൽ ഞാൻ പറഞ്ഞത് മനസ്സിലാവാഞ്ഞിട്ടാണോ എന്തോ എനിക്കറിയില്ല. യൂട്യൂബിൽ നമുക്ക് അങ്ങനെ കാര്യമായിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഒന്നുമല്ല ഞാൻ ഇട്ടത്, ജസ്റ്റ് നമ്മുടെ വീഡിയോൻ്റെ പുറകെ ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടപ്പോൾ എനിക്ക് അത്യാവശ്യം കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി വൈകിക്കേണ്ട, ഇന്ന് തന്നെ എടുത്ത് ഇടാം എന്ന് വിചാരിച്ചു. അപ്പോൾ ദേ ഡിവൈനാണ് ക്യാമറയും കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡിവൈനെയാണ് ഏൽപ്പിച്ചേക്കുന്നത്. ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡിവൈനാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കുറേ കോമൺ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന ആൾക്കാരുടെ പേരൊന്നും പറയുന്നില്ല കേട്ടോ. ഡിവൈനോട് ഞാൻ പറഞ്ഞിട്ട് എനിക്ക് ചോദിക്കാൻ തോന്നിയത് കയ്യിൽ നിന്നിട്ട് ചോദിക്കാനും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിലേക്ക് പോകാം. ബോർഡൊന്നും ഞാൻ കൈപിടിക്കില്ല കേട്ടോ. ഹാവ്, ഐ നെവർ അതൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഞാൻ കാര്യങ്ങൾ പറയാം, അത്രേ ഉള്ളൂ. ശരി, തുടങ്ങിക്കോ. കുക്കിംഗ് ഫ്ലോപ്പ് ആയിട്ടുണ്ടോ? ഇഷ്ടം പോലെ നമ്മുടെ ഫ്ലോപ്പ് ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനെ റീസെൻ്റ് ആയിട്ട് കുറച്ചധികം ഫ്ലോപ്സ് ഉണ്ടായിരുന്നല്ലോ. അതെ, കുറച്ച് ഫ്ലോപ്സ് ഉണ്ടായിരുന്നു. നമ്മൾ ഈ പറഞ്ഞ പോലെ യൂട്യൂബിൽ നോക്കി ചെയ്യുമ്പോൾ ചിലത് വീഡിയോസ് കാണുമ്പോൾ അടിപൊളിയായിട്ട് തോന്നും. പക്ഷേ നമ്മൾ വെച്ച് വരുമ്പോൾ വേറെ എന്തൊക്കെയൊക്കെയോ ആയി മാറും. അപ്പം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫ്ലോപ്സ് വരാറുള്ളത് സ്വാഭാവികമല്ലേ. പക്ഷേ ചിലത് അടിപൊളി ആവാറും ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ അതാണ് എനിക്ക് ഇവിടെയുള്ള ധൈര്യം. എന്തും നമുക്ക് വിളമ്പാം. നെഗറ്റീവ് റിവ്യൂസൊക്കെ ആവശ്യത്തിന് കിട്ടും, പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഡാഡി ഈ മുഖത്തടിച്ചോണം പറയും. ഡോൺ ചേട്ടനും മോശമല്ല അങ്ങനെ പറയണേല്. ഫസ്റ്റ് പ്രൈസ് ഡാഡി, ഇത് എന്തിട്ടത് അങ്ങനെ ചോദിക്കും. പക്ഷെ അത് കുഴപ്പമില്ല, ഫ്ലോപ്സ് ഉണ്ടാവാറുണ്ട്. അത് നെക്സ്റ്റ് ടൈം ആ സംഭവം ഞാൻ റിപ്പീറ്റേ ചെയ്യാറില്ല, വേറെ നോക്കാറാ പതിവ്. അപ്പം എന്തായാലും ഫ്ലോപ്സ് ഓഫ് കോഴ്സ് ഉണ്ടാവാറുണ്ട്. കോപ്പി അടിച്ചിട്ടുണ്ടോ? ഇല്ല, എനിക്ക് കോപ്പിയുടെയൊക്കെ ഭയങ്കര പാപമാണെന്ന് ചിന്തിച്ചൊരു സമയമായിരുന്നു എൻ്റെ കുട്ടിക്കാലം. ഞാനിങ്ങനെ ഇങ്ങനെ പേപ്പറിലൊക്കെ ഇതിങ്ങനെ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ പേപ്പറിലൊന്നും ഉണ്ടായിട്ടല്ല, എന്നാലും അതിനി നമ്മൾ മറ്റുള്ളവരെ പ്രലോഭിപ്പിക്കുന്നതും നമ്മൾ നോക്കുന്നത് പോലും പാപമാണ് എന്ന് ഒരു ചിന്തയായിരുന്നു എനിക്ക്. പക്ഷെ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നു അതൊക്കെ ഒരു എന്താ പറയുക, ആ ഒരു സ്കൂൾ ടൈമിലെ ഒരു തമാശ അല്ലെങ്കിൽ കുറേ ഓർമ്മകൾക്കൊക്കെ ഉള്ളൊരു സംഭവമായിരുന്നു. പക്ഷെ ഞാനത് മിസ് ചെയ്തിട്ടുണ്ട്. ഞാൻ കോപ്പി അടിച്ചിട്ടില്ല. ക്ലാസ് കട്ട് ചെയ്ത് ഫ്രണ്ട്സിൻ്റെ കൂടെ പോയിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. ഞാൻ സ്കൂളിലേക്ക് വല്ലപ്പോഴും പോവാറ്. സ്കൂളിലേക്ക് വല്ലപ്പോഴാണ് പോവാറ്. അപ്പോൾ ഈ പോകുന്ന നേരത്തെ ഇൻ്റർവെല്ലിന് നമുക്ക് കളിക്കാൻ പോലും പോകാനുള്ള സമയം എനിക്ക് ഉണ്ടാവാറില്ല. കാരണം ഈ ഇൻ്റർവെല്ലിനാണ് ഞാനിരുന്ന് ബാക്കി നമ്മൾ മുടങ്ങിയ ദിവസത്തെ നോട്ട്സ് ഇരുന്ന് എഴുതൽ, പഠിക്കൽ. ടീച്ചേഴ്സ് ഈ ഇൻ്റർവെൽ സമയത്താണ് എക്സ്ട്രാ ക്ലാസ് എടുത്തു തരും. ഇതൊക്കെ ആ സമയത്താണ്. പിന്നെ ഈ ക്ലാസ് കട്ട് ചെയ്തിട്ട് പോകാനുള്ള ഒരു സാവകാശം. സ്കൂളിൽ പോവില്ലല്ലോ, കോളേജിലോ അങ്ങനെ വല്ലതും പോയിട്ടില്ല. പോയിട്ടുണ്ടെങ്കിലല്ലേ പറയാൻ പറ്റില്ല. പിന്നെ ഞാൻ ഒരു 5ാം ക്ലാസ് 7ാം ക്ലാസ് ആ ഒരു സമയത്ത് ഞാൻ യൂത്ത് ഫെസ്റ്റിവലിലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ക്രൈസ്റ്റ് കിങ്ങിൽ യൂത്ത് ഫെസ്റ്റിവൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് രാവിലെ തൊട്ട് രാത്രി വരെ റിഹേഴ്സലാണ്. അപ്പോൾ എന്തെങ്കിലും ടെസ്റ്റ് പേപ്പർ പറഞ്ഞ ദിവസം ഞങ്ങൾ പ്ലാൻ ചെയ്യും, അതെ ഞങ്ങൾക്ക് ഇന്ന പീരീഡിൽ ടെസ്റ്റ് പേപ്പർ ഉണ്ട്, അപ്പോൾ ഈ പീരീഡിൽ വന്നിട്ട് ഡാൻസ് റിഹേഴ്സലിൽ വിളിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ക്ലാസ് കട്ട് ചെയ്ത് ഞങ്ങൾ ഡാൻസ് റിഹേഴ്സലിന് പോകാറുണ്ട്. അല്ലാണ്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ പോക്ക് അതൊന്നും നടപ്പുള്ള കേസല്ല. എക്സാം ഫെയിൽ ആയിട്ടുണ്ടോ? ഇല്ല, ജസ്റ്റ് പാസ്സെങ്കിലാവാറുണ്ട്. അതെ, പിന്നെ എൻ്റെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ പഠിച്ച് എനിക്ക് ഒരു കോൺഫിഡൻസ് തോന്നിയില്ലെങ്കിൽ അപ്പം ഞാൻ എന്തെങ്കിലും റീസൺ കൊണ്ട് ഞാൻ എക്സാം എഴുതില്ല. ഒന്നല്ലെങ്കിൽ എന്തെങ്കിലും റീസൺ ഞാൻ ഉണ്ടാക്കും. അതിപ്പോൾ ഒരു ക്ലാസ് ടെസ്റ്റ് ആണെങ്കിൽ പോലും എനിക്ക് പഠിച്ചു എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കില്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട് ഞാൻ അത് അറ്റൻഡ് ചെയ്യില്ല. ഭയങ്കര ഭീരുവായിരുന്നു ആ കാര്യത്തിൽ. അപ്പം അതുകൊണ്ട് ഫെയിൽ ആവാനുള്ളൊരു അവസരം ഞാൻ കൊടുത്തിട്ടില്ല. ലവ് ആൻഡ് ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഇത് ഈ പറഞ്ഞ പോലെ നേരത്തെ ഈ കോപ്പിഡി പറഞ്ഞ പോലെ ഞാൻ എൻ്റെ ടീനേജിൽ മിസ് ചെയ്തൊരു സംഭവമായിരുന്നു. അങ്ങനത്തെ എന്താ പറയുക, ഈ പറഞ്ഞ പോലെ തെറ്റാണ്, ഒരു പ്രേമം തെറ്റാണ്, ഒരാളോടൊരു ഇഷ്ടം തോന്നുക, ക്രഷ് തോന്നുന്നതൊക്കെ അതെന്തോ ഒരു ഭയങ്കര ഒരു തെറ്റാണെന്നൊക്കെയായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അതെ, അതാ ഞാൻ പറഞ്ഞത്, എൻ്റെ ടീനേജ് ഞാൻ വെറുതെ. പക്ഷെ എന്ത് കാര്യം,
എല്ലാവരും പറയും കെട്ടിക്കഴിഞ്ഞാൽ നീ ഇഷ്ടം പോലെ ജീവിച്ചോളാൻ പറയും. കെട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ വെറുതെ പറയാം എന്നുള്ളതേ ഉള്ളൂ. ശരിക്കും ഞാനിപ്പം മിസ് ചെയ്യുന്നുണ്ട് ടീനേജ്, എൻ്റെ ഈ പറഞ്ഞ പോലെ കോളേജ് ലൈഫ്, എൻ്റെ ഈ ടീനേജ് ലവ്, അതൊക്കെ ഒരു രസമാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് സാഹചര്യം ഉണ്ടായിട്ടില്ല. എനിക്കൊന്നും അതുകൊണ്ട് കഥകളൊന്നും പറയാനില്ല. ഡിവൈനോട് കുശുമ്പ് തോന്നിയിട്ടുണ്ടോ? ഡിവൈനോട് കുശുമ്പ് തോന്നിയിട്ടുണ്ടോ? വല്ലപ്പോഴൊക്കെ തോന്നിയായിരിക്കും. പെണ്ണുങ്ങളെല്ലാം കൂടെ എന്തെങ്കിലുമൊക്കെ കുന്നായ്മയൊക്കെ തോന്നില്ലേ? അത് സ്വാഭാവികമല്ലേ. അത് ചിലപ്പോൾ എന്തിനെങ്കിലുമൊക്കെ, എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഒരു കാര്യം പറ, കുശുമ്പ് തോന്നിയ ഒരു കാര്യം പറ. അങ്ങനെ പറഞ്ഞു പോവല്ലേ. അത് എന്ത് കാരണം എന്നൊക്കെ ചോദിച്ചപ്പോ എന്താ പറയാ, ഞാൻ എന്റെ ക്വസ്റ്റ്യനാ, കുശുമ്പ് തോന്നിയ കാരണം പറയാ. ഇത് നെവർ അതല്ലേ, ഇത് എന്റെ ക്വസ്റ്റ്യൻ കഴിയുന്നത്. എന്തിനാണ് ചോദിച്ചപ്പോ എന്റെ ചേട്ടനെ കിട്ടിയില്ലേ, അത് കുശുമ്പായിട്ട് തോന്നാൻ പറ്റില്ല. താനത് പറയാതിരിക്കും. അല്ല, എന്തെങ്കിലും ഒരു കാരണം പറയണമല്ലോ. ദൈവം എന്നെ പൊങ്ക അങ്ങനെ അല്ലാട്ടോ ഉദ്ദേശിച്ചത്. റീസൺ ഇവർ തമ്മിലുള്ള ഒരു കെമിസ്ട്രി ഉണ്ടല്ലോ, ഡോൺ ചേട്ടനും ഡിവൈനും തമ്മിലുള്ള കെമിസ്ട്രി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഞാനും ആൻസാനും വേറെ തരം കെമിസ്ട്രിയാണ്. അപ്പോൾ അത് ഇടയ്ക്ക് എനിക്ക് കാണുമ്പോൾ ഇവരുടെ ഇടയിലുള്ള ചില എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കെയർ കാണുമ്പോൾ എനിക്ക് ഇടയ്ക്ക് ആൻസർ ചേട്ടൻ ഇതൊന്നും കണ്ടു പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ ചിലപ്പോൾ ഇച്ചിരി റിഗ്രറ്റ് തോന്നിയിട്ടുണ്ടോ? അപ്പോൾ മനുഷ്യന്മാരായ എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ എൻ്റെ ടീനേജിലെ കുറേ ഫാൻറ്റസീസ് മിസ് ചെയ്തു എന്നുള്ളൊരു റിഗ്രറ്റ് ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, അതെനിക്ക് തോന്നാറുണ്ട്. ഞാൻ വേസ്റ്റ് ചെയ്ത് കളഞ്ഞു തോന്നാറുണ്ട്. ഈ പറഞ്ഞ പോലെ ഒരു എന്താ പറയുക, ഞാൻ മാത്രമുള്ള ലോകത്തായിപ്പോയി ആ ഒരു സമയത്തൊക്കെ. അപ്പോൾ അതുകൊണ്ട് അതെനിക്കിപ്പോൾ തോന്നാറുണ്ട്. പിന്നെ നമ്മൾ പല കാര്യങ്ങളും ഇപ്പോൾ ചില സമയത്ത് നമ്മൾ ദേഷ്യം കൊണ്ട് എന്തെങ്കിലും ആരോടെങ്കിലും പറഞ്ഞു പോകുന്നൊരു, ചിലപ്പോൾ ആ ഒരു പ്രഷറിൽ പറഞ്ഞു പോകുന്നൊരു കാര്യമായിരിക്കും. അത് പിന്നെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. പക്ഷെ നമുക്കതൊരു കുറ്റബോധമായിട്ടോ അല്ലെങ്കിൽ ഒരു റിഗ്രറ്റായിട്ടോ തോന്നാറുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവാറുണ്ട്. അല്ലാണ്ട് ഒരു ഭയങ്കരമായ ഒരു സംഭവത്തിനോട് റിഗ്രഷൻ ഒന്നും തോന്നിയിട്ടില്ല ഇതുവരെ. പാച്ചുവിനെ അടിച്ചിട്ടുണ്ടോ? എന്നടിച്ചിട്ടുണ്ടോ, അതായത് അവൻ കുറുമ്പ് കാണിക്കുമ്പോൾ നമ്മൾ ശിക്ഷിക്കണമല്ലോ. അപ്പം അങ്ങനെ ഞാൻ കൊട്ടൊക്കെ കൊടുക്കാറുണ്ട്. അതിപ്പോൾ ഒരു പുതുമയുള്ള കേസല്ല. അവരുടെ സ്വഭാവത്തിന് കൊട്ട് കൊടുത്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഫുഡ് കട്ട് തിന്നിട്ടുണ്ടോ? എനിക്ക് രാത്രി എനിക്ക് ഈ എന്താ പറയുക, ഞാൻ ഭയങ്കര ഒരുപാട് ലേറ്റായിട്ട് ഉറങ്ങുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞിട്ട് അടുക്കളയിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ആൻസിൻ്റെ വീട്ടിലാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കേസ്, അവിടെ എല്ലാവരും ഒരു 9:30-10 ആകുമ്പോഴത്തേക്കും ഉറങ്ങും. അപ്പോൾ ഞങ്ങളുടെ ഡിന്നർ കഴിക്കുക ഒരു 8-9 മണിക്കുള്ളിൽ ഡിന്നർ കഴിച്ചിരിക്കുക. അപ്പം ഞാൻ ഉറങ്ങുക 12:30, 1 മണി, 1:30 ഒക്കെ സമയത്താണ് അന്നും എൻ്റെ ഉറക്കം. അപ്പോൾ ഈ സമയം ആകുമ്പോഴത്തേക്കും എനിക്ക് വിശന്ന് തുടങ്ങും. അപ്പോൾ പതുക്കെ കോണി ഇറങ്ങി പതുക്കെ കിച്ചൻ്റെ ഡോറൊക്കെ തുറന്നിട്ട് നൂഡിൽസൊക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. ആൻസർ ചേട്ടൻ ഉണ്ടാവാറുണ്ട്, എന്നാലും പപ്പയും മമ്മിയൊന്നും അറിയാറില്ല. ഞങ്ങൾ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. ഒരു വട്ടം ഞങ്ങൾ കട്ട് തിന്നുണ്ടോ എന്ന് പറയാൻ പറ്റില്ല, ഈ നൂഡിൽസൊക്കെ കട്ട് തിന്നലാണ്. പിന്നെ മീനച്ചാറ് അതൊക്കെ ഇങ്ങനെ വറുത്ത് വെച്ചതിന്ന് ഇങ്ങനെ പോയിട്ട് ഒന്നും അറിയാത്ത പോലെ കട്ട് തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ കട്ട് തിന്നലൊക്കെ സ്വാഭാവികം. പ്രഗ്നൻസി റിഗ്രറ്റ് ചെയ്തിട്ടുണ്ടോ? ഇടയ്ക്ക് തോന്നാറുണ്ട്, കുറച്ചും കൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെയൊന്നും ആവില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അത് എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ എൻ്റെ ലൈഫിലൊരു ടേണിങ് പോയിൻ്റ് അല്ലെങ്കിൽ എന്നെ ഞാനാക്കിയത് അതൊക്കെ സർവൈവ് ചെയ്ത് കൊണ്ടുവന്നത് കാരണമാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അങ്ങനെ വലിയൊരു റിഗ്രഷനൊന്നും തോന്നുന്നില്ല. പക്ഷെ ഇടയ്ക്ക് തോന്നിയിട്ടുണ്ട്, അയ്യോ കുറച്ചും കൂടി ശ്രദ്ധിക്കാമായിരുന്നു, അതെൻ്റെ ഭാഗത്ത് വന്ന ഒരു മിസ്റ്റേക്കാണെന്ന് ചില സമയത്ത് എനിക്ക് തോന്നാറുണ്ട്. സിനിമ, സീരിയൽ നല്ല അവസരം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ? എൻ്റെ അഹങ്കാരം കൊണ്ട് കുറച്ച് നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ എനിക്ക് ഓഡീഷൻസ് അറ്റൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഒരുപാട് ഇതുപോലെ നമ്മൾ ഈ കാസ്നവൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഓഡീഷൻസിന് വിളിക്കും. അപ്പോൾ ഓഡീഷൻസിന് വിളിക്കുമ്പോൾ ജന്മമുണ്ടെങ്കിൽ ഞാൻ പോവില്ല. ചിലപ്പോൾ എന്താ പറയുക, നമ്മൾ ഏതൊരു ആർട്ടിസ്റ്റ്, ഇപ്പോൾ എസ്റ്റാബ്ലിഷ്ഡ് ആയ ആർട്ടിസ്റ്റുകൾ പോലും ഓഡീഷൻസ് അറ്റൻഡ് ചെയ്തിട്ടാണ് പലതിലും കാസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ എനിക്കന്ന് എന്തോ അത് ചിന്തിക്കാനുള്ള ബുദ്ധിയും ഇവരും ഉണ്ടായിരുന്നില്ല. എന്നെ ഓഡീഷനിൽ വിളിക്കുമ്പോൾ എന്തോ എന്നെ കൊല്ലാൻ വിളിക്കണ പോലൊരു തോന്നൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പല നല്ല ഓപ്പർച്യൂണിറ്റീസും മിസ് ചെയ്തിട്ടുണ്ട്.
പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു പോയിന്റിലെത്തിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് മടുപ്പ് തോന്നിയൊരു സമയം ഉണ്ടായിരുന്നു. എനിക്ക് ഇനി ചെയ്യണ്ട, ഇൻഡസ്ട്രിയിൽ നിൽക്കണ്ട എന്ന് തോന്നിയൊരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ ഇങ്ങനെ നല്ല ഓഫേഴ്സ് വരുമ്പോൾ അതും ഞാൻ വേണം എന്ന് വെച്ചിട്ട് അതിന് വേണ്ടിയിട്ട് ഞാനൊന്നും പരിശ്രമിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് നല്ലൊരു ഓഫേഴ്സ് കയറി വരാൻ പറ്റാവുന്ന നല്ല ഓഫേഴ്സൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. തെറ്റായ ലൈഫ് ഡിസിഷൻസ് എടുത്തിട്ടുണ്ടോ? ഉണ്ട്, സ്വാഭാവികം. നമ്മളെല്ലാം ശരിയായിട്ട് ചെയ്യുന്ന ആൾക്കാരല്ലല്ലോ. ഒരുപാട് തെറ്റായി പോയത്, ഇത് വേണ്ടിയിരുന്നില്ല എന്ന് ചിന്തിച്ചു പോയ മേജർ ലൈഫ് ഡിസിഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാത്തിനും ഒരു എന്താ പറയുക, ദൈവം നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കുകയാണല്ലോ ഓരോ വഴിക്കൂടെ. നമ്മൾ ആഗ്രഹിച്ചിട്ട് അല്ലെങ്കിൽ പോലും പലയിടത്തേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുകയാണ്. അപ്പോൾ അതൊക്കെ അങ്ങനെ എന്താ പറയുക, ദൈവനിശ്ചയം എന്ന് വിചാരിക്കുന്നു. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് തോന്നാറുണ്ടോ ഞാൻ ഈ ഒരു ഡിസിഷൻ എടുത്തത് ശരിയായില്ല എന്ന് എനിക്ക് എപ്പോഴും പല കാര്യങ്ങളിലും തോന്നിയിട്ടുണ്ട്. വീട്ടിൽ നിന്ന് പിണങ്ങി ഇറങ്ങി പോയിട്ടുണ്ടോ? എങ്ങോട്ട് പോവാനാ, പിണങ്ങിയിട്ട് റൂമിലേക്ക് ഇറങ്ങി പോകാറുണ്ട്, അല്ലാണ്ട് വീടിൻ്റെ പടി പുറത്തേക്ക് പോകാറില്ല. കാരണം പിന്നെ തിരിച്ചു വരണം എന്ന് തോന്നിയാൽ ചിലപ്പോൾ പടി തുറക്കില്ല. അപ്പോൾ അതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോയിട്ടില്ല. ഈ കുടുംബത്തിൽ തന്നെ ഇരുന്ന് പിണങ്ങിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഡിവൈനായി വഴക്ക് കൂടി മിണ്ടാതിരുന്നിട്ടുണ്ടോ? ഓർമ്മയിലില്ല. എന്താണോ? അതെ, മിണ്ടാതിരിക്കാറില്ല. അങ്ങനെയില്ല. അങ്ങനെ പൊതുവേ ഞങ്ങൾ അങ്ങനെ വഴക്കിട്ടിട്ടുണ്ടാ, അങ്ങനെ കാര്യമായിട്ടുള്ള വഴക്കൊന്നും ഇട്ടിട്ടില്ല. ഈ പറഞ്ഞ പോലെ ഞങ്ങൾ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പൺ ആയിട്ട് പറയും. അത് കൂടുതലും നേരിട്ട് പറയുന്നതിനേക്കാൾ കൂടുതൽ മെസ്സേജിങ് ആണ് ഞങ്ങള്. ചിലപ്പോൾ അപ്പുറത്തെ റൂമിൽ അല്ലെങ്കിൽ മുകളിലും താഴെ ഇരുന്നിട്ടായിരിക്കും. നേരിട്ട് കണ്ട അങ്ങനെ എൻ്റെ ഓർമ്മയിലില്ല അങ്ങനെ. പക്ഷെ ഫോണില് ഞങ്ങള് അത് വഴക്കല്ല, കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട്. ഇപ്പൊ എനിക്ക് എന്തെങ്കിലും കാര്യം പറയാനുണ്ടെങ്കിൽ ഞാൻ ഓപ്പൺ ആയിട്ട് ഞാൻ പറയാറുണ്ട്, തിരിച്ചും എൻ്റെ അടുത്ത് പറയാറുണ്ട്. പക്ഷെ ഫേസ് ടു ഫേസ് അതാ, അത് എനിക്കും അങ്ങനത്തെ ശീലം എനിക്കുണ്ട്. എനിക്ക് മെസ്സേജിലാണ് എൻ്റെ രോഷം മുഴുവൻ വരിക. എനിക്ക് ഫേസ് ടു ഫേസ് വരുമ്പോൾ എനിക്ക് അക്ഷരങ്ങളും ഒക്കെ മാറിപ്പോകും. അപ്പം അതുകൊണ്ട് മിണ്ടാതിരിക്കേണ്ട കാര്യം വന്നിട്ടില്ല അല്ലേ? ഇല്ല. ഫേക്ക് പ്രൊഫൈൽ യൂസ് ചെയ്യാറുണ്ടോ? എനിക്കെന്തായാലും ഫേക്ക് പ്രൊഫൈലൊന്നും ഇല്ല. അതെ, ഉള്ള പ്രൊഫൈല് ഞാൻ ഹാൻഡിൽ ചെയ്യാറില്ല മര്യാദയ്ക്ക്. ഞാൻ അങ്ങനെ ഫേക്ക് പ്രൊഫൈൽ യൂസ് ചെയ്യാത്ത ഒരാളാണ്. ബോഡി ഷേമിങ് കിട്ടിയിട്ടുണ്ടോ? ചെറുപ്പത്തിലേ മുതലേ ഡിമ്പിളാ, ഭയങ്കര വണ്ണുള്ള കുട്ടി. പക്ഷെ എനിക്കതൊരു ബോഡി ഷെയ്മിങ് ആയിട്ട് തോന്നിയിട്ടില്ല. എൻ്റെ നേച്ചർ അതാണ്, ഏത് കാലത്തും ഞാൻ ഉരുണ്ടിരിക്കുന്ന ആളാണ്. പിന്നെ ചില സമയത്ത് എനിക്ക് തോന്നുന്നു നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്താണെന്ന് തോന്നുന്നുണ്ട്, ആ PCOD ഒക്കെ ഉള്ള സമയത്ത് ഞാൻ കുറച്ചും കൂടി വണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ചിലരിങ്ങനെ പറയുമായിരുന്നു. പക്ഷെ എനിക്ക് അങ്ങനെ ഭയങ്കര ഹേർട്ട്ഫുള്ളായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ആൻസും ചേട്ടനുമായി വഴക്ക് കൂടിയിട്ടുണ്ടോ? വാട്ട് എ സില്ലി ക്വസ്റ്റ്യൻ. ഏത് നിമിഷത്തിലും ഞങ്ങൾ വഴക്ക് കൂടാവുന്ന ആൾക്കാരാണ്. ഈ പറഞ്ഞ പോലെ രണ്ടും തെക്ക് എന്ന് പറയുമ്പോൾ ഒരാൾ വടക്ക് എന്ന് പറയുന്ന ആൾക്കാരാണ്. അപ്പം അതുകൊണ്ട് തന്നെ വഴക്ക് കൂടാൻ പ്രത്യേകിച്ച് ഒരു റീസണോ കാര്യങ്ങളോ ഒന്നും വേണ്ട. 10 മിനിറ്റ് കൂടുമ്പോൾ ഞങ്ങൾ വഴക്ക് കൂടും, അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് ഇഷ്ടമില്ലാത്തവരോട് ചിരിച്ച് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ടോ? വരാറുണ്ട്. നമുക്ക് ഒരാളുടെ അടുത്ത് താല്പര്യം ഇല്ലെങ്കിലും അവരുടെ അടുത്ത് എന്താ പറയുക, അതൊന്നും അങ്ങനെ പൊതുവേ ഞാനങ്ങനെ എൻ്റെ ഇഷ്ടക്കേട് അല്ലെങ്കിൽ ദേഷ്യമൊന്നും അങ്ങനെ പൊതുവേ ഒരു പരിധിവരെ എക്സ്പ്രസ് ചെയ്യാത്ത ഒരാളാണ്. മാക്സിമം ചിരിച്ച് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ എനിക്ക് ഉള്ളോണ്ട് ഇഷ്ടമില്ലാത്തവരുടെ അടുത്ത് ഞാൻ ചിരിച്ച് സംസാരിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ സുഖിപ്പിക്കലല്ല കേട്ടോ, അത് അങ്ങനെ അറിയില്ല. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് തോന്നിയിട്ടുണ്ടോ? ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് അത് എന്നെ കണ്ടപ്പോൾ അങ്ങനെ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. ഇല്ല, തോന്നിയിട്ടില്ല. റോങ് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ടോ? ഒരുപാട് കൊടുത്തിട്ടുണ്ട്, മിക്കവർക്കും കൊടുക്കാറുണ്ട്. ഇപ്പോൾ പറഞ്ഞ പോലെ മുമ്പെന്ന് പറഞ്ഞാൽ ഞാൻ ഒട്ടും ഫോൺ യൂസ് ചെയ്യാത്ത ഒരാളാണ്. എനിക്ക് ഒരാളുടെ അടുത്ത് ഫോണിൽ സംസാരിക്കുക, എനിക്ക് പരിചയമില്ലാത്ത ഒരാൾ മെസ്സേജ് ചെയ്യുമ്പോൾ അതിന് റെസ്പോണ്ട്, അതൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ഇപ്പം പിന്നെയും കുഴപ്പമില്ല കേട്ടോ. ഇപ്പം ഞാനിപ്പോൾ ഒരു പരിധി വരെ സോഷ്യലാണ്. ഇപ്പം നമ്മുടെ എന്താ പറയുക, നമ്മുടെ മീറ്റപ്പിന് വന്ന് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്, അവരോട് സംസാരിക്കാറുണ്ട്. പക്ഷെ മുമ്പ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഫോൺ നമ്പർ, എൻ്റെ കോൺടാക്റ്റിലാകെ 15, 20, 25 മാക്സിമം കോൺടാക്റ്റ് അത്ര ഉണ്ടാവുള്ളൂ. വേറെ ആൾക്ക് എൻ്റെ നമ്പർ ഞാൻ കൊടുക്കില്ല, ഒരാളുടെ നമ്പർ എനിക്ക് വേണ്ടതാനും, അങ്ങനെയായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഇങ്ങനെ ആൾക്കാരിങ്ങനെ നമ്പർ തരുമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആദ്യമൊക്കെ ഡാഡിയുടെ നമ്പറാണ് കൊടുത്തിരുന്നത്.
പിന്നെ ഡാഡിക്ക് അത് കോളുകൾ വരുമ്പോൾ ഡാഡിക്ക് ഈ ബിസിനസ്സിൻ്റെ ഇടയിൽ ദേഷ്യമായി തുടങ്ങി. അപ്പോൾ ഞാനൊരു നമ്പർ മാറ്റി കൊടുക്കും. അപ്പോൾ അങ്ങനെ ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട്. വഴക്കിട്ട് പട്ടിണി കിടന്നിട്ടുണ്ടോ? കിടന്നിട്ടുണ്ട്. വഴക്കിട്ട് പട്ടിണി കിടന്നിട്ടുണ്ട്. മുമ്പൊക്കെയാണ് കിടന്നിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ പിന്നെ പട്ടിണി കിടന്നാൽ ആൾക്കാർ എൻ്റെ മോളെ പട്ടിണി എടുക്കണേന്ന് ചോദിക്കാൻ ആരും വരാറില്ല. അപ്പം അതുകൊണ്ട് പിന്നെ റൂമിലെങ്കിലും എന്തെങ്കിലും ഒരുക്കിണ്ടാവും. പ്രാങ്ക് കോൾ ചെയ്തിട്ടുണ്ടോ? പ്രാങ്ക് കോൾ ഞാൻ ചെയ്യുമെങ്കിലും അതൊരിക്കലും സക്സസ് ആവാറില്ല. ഞാൻ ഹലോ എന്ന് പറയുമ്പോഴേക്കും ഞാൻ ചിരിച്ചു തുടങ്ങും. അപ്പുറത്തുള്ള ആൾക്കാർക്ക് ഞാനാണെന്നുള്ളത് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് വരെ എനിക്ക് ഒരാളെയും പറ്റിക്കാൻ പറ്റിയിട്ടില്ല. ഡാഡി വഴക്ക് പറഞ്ഞിട്ടുണ്ടോ? ഡാഡി എൻ്റെ ഓർമ്മയിൽ 2 ഇൻസിഡൻ്റ് ആണ് കേട്ടോ എന്നെ ഭയങ്കരമായിട്ട് വഴക്ക് പറഞ്ഞതല്ല, എനിക്ക് ഹേർട്ടായിട്ടുള്ള 2 ഇൻസിഡൻ്റ് ആണ്. കേട്ടാൽ നിങ്ങൾക്ക് ചിരി വരും കേട്ടോ. ഒരു ഇൻസിഡൻറ്റ് എൻ്റെ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയനാണ് കേട്ടോ. ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയന് വീട് ഫുള്ള് പെയിൻറ്റ് ചെയ്ത് പുതുക്കി കുട്ടപ്പനാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഹോളി കമ്മ്യൂണിയൻ്റെ തലേന്ന് ആൾക്കാരും ബഹളങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളുടെ വാളിൽ വൈറ്റ് പെയിൻറ്റ് അടിച്ചിരിക്കുക കേട്ടോ വാളിൽ. ആ സമയത്ത് വാളിലൊരു കൊതു വന്നിരുന്നു. എനിക്കാണെന്ന് വെച്ചാൽ കൊതുവിനെ കൊല്ലണ സൂക്കിയുടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൊതുവിനെ അടിച്ച് കൊല്ലാൻ, അത് കൂട്ടി വയ്ക്കാൻ. ഈ വൈറ്റ് വാളിൽ കൊതു ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഒരൊറ്റ അടിയെ കൊടുത്തു. അടിച്ച ഉടനെ കൊതു ചത്തു. അവിടെ ഫുൾ മറ്റേ കൊതുവിൻ്റെ കറിയാവുമല്ലോ ബ്ലഡ്. ഇത് കണ്ടിട്ട് ഡാഡി വന്നു. കാരണം ജസ്റ്റ് പുതുക്കി പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. അപ്പോഴേക്കും അവൾ കറിയാക്കിയപ്പോൾ അത് പറഞ്ഞിട്ട് തന്നെ വഴക്ക് പറഞ്ഞു. ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് ഭയങ്കര സങ്കടമായി. അതിപ്പോഴും ഞാൻ ഓർക്കും. അത് ഒന്ന്. രണ്ടാമത്തെ ഇൻസിഡൻറ്റ് ഈ പറഞ്ഞ പോലെ ഡ്രൈവിങ്. ഞാനൊരു 17 വയസ്സ് തൊട്ട് ഞാൻ നമ്മുടെ കോളനിയിലൊക്കെ, ഞങ്ങളുടെ ഹൗസിങ് കോളനി ആയിരുന്നു ആ സമയത്ത്, അതിൻ്റെ ഉള്ളൊക്കെ കാർ ഓടിച്ച് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. 18 വയസ്സിൽ ലൈസൻസ് എടുത്തു. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ വളരെ കൂളായിട്ട് ഞാൻ ഡ്രൈവ് ചെയ്യുമായിരുന്നു. എനിക്കന്നൊരു നാനോ ഉണ്ടായിരുന്നു. അങ്ങനെ ട്യൂഷനും അല്ലെങ്കിൽ അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ ഞാൻ ഈ കാറും കൊണ്ട് പോയിരുന്നതാണ്. അങ്ങനെ ഒരു ദിവസം ഞാനും ഡാഡിയും കൂടി അങ്ങോട്ടോ പോകുന്ന സമയത്ത് കയറ്റത്ത് വെച്ച് വണ്ടി ഓഫായി. 1 വട്ടം ഓഫായി, 2 വട്ടം ഓഫായി, 3 വട്ടം ഓഫായി. 3ാമത്തെ വട്ടം ഓഫാകുമ്പോഴേക്കും ഡാഡിക്ക് ടെമ്പർ തെറ്റി. ഡാഡി എന്നെ അവിടെ വെച്ച് ഇറക്കി വിട്ടു വണ്ടിയിൽ നിന്ന്. ബാക്കിൽ പോയി കയറുക എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. അവിടെയാണെങ്കിൽ കുറച്ച് ആൾക്കാർ നോക്കി നിൽക്കണമുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ കാസനോവയൊക്കെ ചെയ്ത് ഭയങ്കര താരപദവിയിലൊക്കെ നിൽക്കുന്ന സമയത്താണ് ആൾക്കാരൊക്കെ നോക്കി നിൽക്കുക. എൻ്റെ അടുത്ത് ഡ്രൈവർ സീറ്റിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് ബാക്കിൽ ഇരുത്തിയിട്ട് പിന്നെ ഡാഡി വണ്ടി എടുത്ത് കൊണ്ടുപോയി. എനിക്കത് ഭയങ്കര സങ്കടമായി. എനിക്ക് ഭയങ്കര ഇൻസൾട്ടായ പോലെ തോന്നി. അന്ന് ശരിക്കും ഞാൻ ഡ്രൈവിങ് ഉപേക്ഷിച്ചതാണ്. പിന്നെ ഇന്നും എനിക്ക് ആ സ്റ്റിയറിങ് കാണുമ്പോൾ ഭയങ്കര പേടിയാണ്. ഇന്നും ഞാൻ അതിന് ശേഷം ഞാൻ വണ്ടി എടുത്തിട്ടില്ല. എനിക്ക് അത് കാണുമ്പോൾ എനിക്ക് എന്തോ അതൊക്കെ ഓർമ്മ വരും. ഈ 2 ഇൻസിഡൻ്റാണ് എൻ്റെ ഓർമ്മയിൽ എനിക്ക് ഹേർട്ടായിട്ടുള്ള സംഭവങ്ങൾ. ബാക്കി ഇനി കേട്ടിട്ടുണ്ടാവും, പക്ഷെ എനിക്കതൊന്നും അങ്ങനെ ഓർമ്മയില്ല. കടം വാങ്ങിച്ചിട്ട് തിരിച്ച് കൊടുക്കാതിരുന്നിട്ടുണ്ടോ? ഞാൻ കടം വാങ്ങാറില്ല. ഒരു പരിധി വരെ ഞാൻ മാക്സിമം എൻ്റെ കയ്യിൽ ഇല്ലെങ്കിൽ ഞാൻ ഇല്ലാത്ത പോലെ മാക്സിമം ഒരു 99%ഉം കടം വാങ്ങില്ല. എനിക്കത് ഭയങ്കര ഒരു ബാധ്യതയായിട്ട് തോന്നും. നാളെ മേലൊക്കെ അതൊരു കടപ്പാടായിട്ട് തോന്നാണ്ടിരിക്കാനായിട്ട് ഞാൻ എൻ്റെ കയ്യിൽ ഇല്ലെങ്കിൽ ഞാൻ ഇല്ലാത്ത പോലെ മാക്സിമം ചെയ്യും. പിന്നെ കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഒരു ദിവസം ആകുമ്പോൾ തന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഞാൻ തിരിച്ചു കൊടുക്കും. അല്ലടോ? ഞാൻ മമ്മിയും ഡിവൈനൊക്കെയാണ് എൻ്റെ മെയിൻ കടക്കാർ. ഇവരുടെ നിന്നാണ് ഞാൻ കടം മേടിക്കുക. പക്ഷെ മാക്സിമം ഞാൻ ചില സമയത്ത് എൻ്റെ കയ്യിൽ ഇല്ലെങ്കിൽ ഞാൻ ഒന്നും വാങ്ങിക്കില്ല. അപ്പോൾ എൻ്റെ അടുത്ത് കാശ് ഇട്ട് തന്നിട്ട് പറയും, ഡിബിളെ ഞാൻ കാശ് ഇട്ട് തന്നിട്ട് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയാ വെച്ചാൽ ചെയ്താൽ മതി എന്ന് പറയും. എനിക്ക് പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാശ് 100 രൂപ ആണെങ്കിൽ പോലും 100 രൂപ എൻ്റെ കയ്യിൽ കടം വാങ്ങിച്ചിരിക്കുന്നത് എനിക്ക് ഭയങ്കര ശ്വാസം മുട്ടാണ്. ശരിക്കും ആ പൈസ ഇല്ലാത്ത സമയമൊക്കെ ഉണ്ടാവാറുണ്ട് എൻ്റെ കയ്യിൽ കേട്ടോ. ഞാൻ പക്ഷെ വിട്ടു കൊടുക്കാറില്ല. ദാരിദ്ര്യമാണെങ്കിൽ ഞാൻ പറയാറില്ല. ഇപ്പം എൻ്റെ എക്സ്പ്രഷൻസ് ഒക്കെ മനസ്സിലായി തുടങ്ങി. പക്ഷെ ഞാൻ അപ്പം തന്നെ മാക്സിമം നേരത്തെ അത് ചെയ്യാറുണ്ട്. ബേബി ഗേൾ മതിയായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? എനിക്ക് ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് ബേബി ഗേൾ മതി എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഒരു ബോയ് ഗേൾ അങ്ങനെയായിരുന്നു ആഗ്രഹം. പിന്നെ എനിക്ക് പൊതുവേ എനിക്ക് ആൺപിള്ളേരുടെ അടുത്ത് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് പെൺപിള്ളേരെന്ന് വെച്ചാൽ ഭയങ്കര ജീവനായിരുന്നു. പക്ഷേ പാച്ചുവിനെ കയ്യിൽ കിട്ടിയ നിമിഷം തൊട്ട് ഞാൻ മാറ്റി ചിന്തിച്ചിട്ടേ ഇല്ല. എനിക്ക് ഇനിയാണെങ്കിലും എനിക്ക് ബേബി ബോയ്സ് എന്ന് പറയുമ്പോൾ എനിക്ക് എന്തോ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഗേൾസിനേക്കാൾ എനിക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടം. ഇവന്മാരെ നോക്കി 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 എനിക്ക് ബേബി ബോയ്സിനെയാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെ ചിന്തിച്ചിട്ടില്ല.
യൂട്യൂബ് ചാനൽ നിർത്തിയാലോ എന്ന് തോന്നിയിട്ടുണ്ടോ? പലവട്ടം തോന്നിയിട്ടുണ്ട്, പലവട്ടം നിർത്തി പോയിട്ടുണ്ട്. ആദ്യത്തെ വട്ടം ആദ്യത്തെ വട്ടം നമ്മൾ വലിയൊരു ബ്രേക്ക് എടുത്തത് ഡെലിവറിക്ക് ആ ഒരു സമയത്താണ് ബ്രേക്ക് എടുത്തത്. പക്ഷെ നമ്മൾ കോൺഷ്യസ്ലി എടുത്തൊരു ബ്രേക്ക് അല്ല കേട്ടോ. പിന്നെ നിർത്തി പോയാലോ എന്ന് തോന്നിയത് ഈ പറഞ്ഞ പോലെ ആ സമയത്ത് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പല അഭിപ്രായങ്ങളായിരുന്നു. ഒരു സൈഡിൽ നിന്ന് ചാനൽ കണ്ടിന്യൂ ചെയ്യാൻ പറയുന്നു, ഒരു കൂട്ടർ പറയുന്നു ചാനലൊന്നും വേണ്ട, ഇനി അത് ശരിയാവില്ല എന്ന് അങ്ങനെ പറയുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു, നിർത്തി പോയാലോ എന്ന് ആ ഒരു പോയിന്റിൽ ചിന്തിച്ചു. പിന്നെ അവിടെ നിന്ന് രണ്ടും കൽപ്പിച്ച് വീഡിയോസ് ഇട്ട് നമ്മളൊന്ന് എന്താ പറയുക നല്ല രീതിയിൽ ഹൈപ്പിലെത്തി. പിന്നെ പെട്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ യൂട്യൂബ് ഹാൻഡിൽസ് ഒക്കെ മാറി. എനിക്കിതിനെക്കുറിച്ച് ABCD അറിയില്ലായിരുന്നു. കാര്യം 3 വർഷം യൂട്യൂബ് ചാനൽ കൊണ്ട് നടന്നെങ്കിലും ഇതിനെക്കുറിച്ച് ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. കാരണം ഞാൻ അതിനെക്കുറിച്ച് ബോധവല്ലായിരുന്നു. ഇതെല്ലാം കൂടി എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ അപ്പോഴും ഞാൻ ചിന്തിച്ചു, ദൈവമേ ഇത് എനിക്ക് പറ്റിയ പണിയല്ല, നിർത്തി പോയേക്കാം എന്ന് വിചാരിച്ചൊരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ അവിടുന്ന് ഈ ആദ്യം പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ഒരാളെ പോലെ പിച്ച വെച്ച് വീണ്ടും പഴയ ഒരു സ്വിങ്ങിലേക്ക് വന്നു. ഇപ്പോൾ വ്യൂസൊക്കെ കുറയുമ്പോൾ എനിക്കിപ്പോൾ തോന്നാറുണ്ട് നിർത്തി പോയാലോ എന്ന്. പാടില്ല, പക്ഷെ പാടില്ല, വേറെ വഴിയില്ല. അതുകൊണ്ട് പോവാണ്. ഇപ്പം നിങ്ങളൊക്കെ സഹകരിച്ചാലേ പറ്റുള്ളൂ. അതിപ്പോൾ എന്തായാലും ഒരു ഓഫീസ് ജോലിയൊന്നും പ്രാക്ടിക്കൽ അല്ല. അപ്പം അതുകൊണ്ട് നമുക്ക് ഉണ്ട്, പോകുന്നവരുണ്ട് കേട്ടോ, ഇല്ല എന്നല്ല. അതെ, അത് അതിൻ്റെതായ സ്ട്രഗിൾസ് ഉണ്ടാവും. ഇപ്പം ഓരോരുത്തർക്ക് പേഴ്സണൽ ഓരോ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, ഒരു ഇഷ്ടങ്ങളും അല്ലെങ്കിൽ അവരുടെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനോട് അങ്ങനെ നോക്കുമ്പോൾ എനിക്കിപ്പോൾ ഞാൻ ഓക്കെ അല്ല ഒരു 9 to 9 അല്ലെങ്കിൽ 9 to 5 ഒരു ജോലിക്ക് പോയിട്ട് വരാനായിട്ട്. പിന്നെ ഇത്രയും ഇയർ ഗ്യാപ്പും ഉള്ളത് കൊണ്ട് ഓടിപ്പോയാൽ ജോലിയും കിട്ടില്ലല്ലോ. അപ്പോൾ അതുമുണ്ട്. അങ്ങനെ ഇനിയില്ലടോ കഴിഞ്ഞാ, ഇനി തൻ്റെ വക എന്തെങ്കിലും ചോദിക്കി. പെട്ടെന്ന് ഇന്നലെ പറഞ്ഞിരുന്നു ഞാൻ കുറെ ക്വസ്റ്റ്യൻസ് കുത്തിയിരുന്നുണ്ടാക്കിയാണ്. പറ, എന്നിട്ട് ചോദിക്കുക. പക്ഷേ അങ്ങനെ പെട്ടെന്ന് ചോദിച്ചാൽ എൻ്റെ ബ്രെയിൻ വർക്കാവില്ല. ബ്രെയിൻ മരവിച്ചിരിക്കുക. കുളിച്ച് കഴിഞ്ഞ് തണുത്തോളം ഒഴിച്ചപ്പോൾ മരവിച്ചു പോയി. ഓക്കെ, എന്നാലും ക്വസ്റ്റ്യൻ ചോദിക്കാനല്ലേ. ചോദിക്കേ, എന്നിട്ട് ചെയ്യാം. ചോദിക്കൂ. എന്ത് ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കണം? ഇത് എന്തെങ്കിലും ചോദിക്കൂ, നോക്കട്ടെ. പറ, എന്തെങ്കിലും ചോദിക്കൂ. അങ്ങനെ പറയരുത്. ഞാൻ വേണമെങ്കിൽ വേറൊരു ക്വസ്റ്റ്യൻസ് നാളെ ഉണ്ടാക്കിയിട്ട് നാളത്തെ വീഡിയോ ഇതാക്കിക്കോ. ഓ, ഇപ്പൊ ഒന്നും ഇപ്പൊ ഒന്നുമില്ല ചോദിക്കാൻ. ആർ യു ഷുവർ? ഡിവൈൻ ഇവിടേക്ക് വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? ഡിവൈൻ എന്ന നാത്തൂൻ വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? ചോദിച്ചു വാങ്ങിച്ച. ഓ, ഡിവൈൻ എന്ന നാത്തൂൻ വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? ഏതെങ്കിലും മുഹൂർത്തത്തില് ഇത് വേണ്ടായിരുന്നു, നമുക്ക് സെറ്റ് ആവില്ല, ഏതോ നിമിഷത്തിൽ ഏതൊക്കെയോ നിമിഷത്തിൽ തോന്നിയിട്ടുണ്ട്, ഉണ്ടായിരിക്കണം, ഉണ്ടാവണമല്ലോ. കാരണം ഏതെങ്കിലുമൊക്കെ ഒരു നിമിഷത്തിൽ നമുക്ക് തോന്നുമല്ലോ. കാരണം നമ്മൾ ആരും വിശുദ്ധരല്ലല്ലോ. തെറ്റായെന്ന് പിന്നെ തോന്നിയിട്ടുണ്ടോ? ഏത് തെറ്റായിരുന്നു എന്ന് അങ്ങനെ തോന്നണ്ടായിരുന്നു? അതും തോന്നുമല്ലോ. അങ്ങനെ ചെയ്യണ്ട. പിന്നെ വേറെ MBA അല്ലാതെ വേറെ എന്തെങ്കിലും എടുക്കണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നോ? എനിക്ക് സത്യം പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് തോന്നുന്നൊരു കേസാണ് കേട്ടോ. എനിക്ക് കുറച്ചും കൂടി ഇപ്പം ഈ പറഞ്ഞ പോലെ MBA ഞാൻ വെറുതെ ഒരു രസത്തിന് പോയിട്ട് എടുത്തതാണ്. എനിക്ക് പ്രത്യേകിച്ച് കാര്യത്തിലൊന്നും എടുത്തല്ല. അന്ന് ഭയങ്കര MBA ഹിറ്റായിട്ട് നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്നാ ശരി MBA അങ്ങനെ പോയതാണ്. എനിക്ക് MA ലിറ്ററേച്ചർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ആ ഒരു റൂട്ടിൽ പോയാൽ ചിലപ്പോൾ ഞാൻ കുറച്ചും കൂടി കരിയറിൽ എവിടേക്കെങ്കിലും എത്തിയേനെ. പിന്നെ ഈ പറഞ്ഞ പോലെ കരിയർ വേണം, ജോലി വേണം, ഇൻഡിപെൻഡൻ്റ് ആവണം എന്നുള്ളൊരു ചിന്തയും ബോധമൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല. നമുക്കൊരു 22-23 വയസ്സാകുമ്പോൾ കല്യാണം കഴിഞ്ഞ് പോവുക, കുട്ടികളായി, കുടുംബമായി, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റായിരുന്നു ഇവിടെ കുടുംബത്തോടെ എല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു എന്താ പറയുക ഇതൊരു ഫോക്കസ് ഉണ്ടായിരുന്നില്ല. ഒരു കരിയറിന് വേണ്ടിയിട്ടുള്ള ഫോക്കസ് ചെയ്യാണ്ടാണ് ഞാൻ വെറുതെ ഒരു രസത്തിനെടുത്ത MBA ആണ്. പക്ഷേ ഇഷ്ടമായിരുന്നു പഠിക്കാൻ, പാസ്സായത് നല്ല മാർക്കിലാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടി എന്താ പറയുക MBA കഴിഞ്ഞ ഉടനെയൊക്കെ ജോലിക്കൊക്കെ കയറിയെങ്കിൽ കുറച്ചും കൂടി ഇപ്പോൾ ഈ ഒരു അല്ലേടോ
കുറച്ചുകൂടി നല്ലൊരു സ്റ്റാറ്റസിലൊക്കെ ഇരിക്കാമായിരുന്നു. എനിക്ക് രണ്ടും കിട്ടിയിട്ടുള്ളതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ റിഗ്രറ്റ്സ് ഇല്ല. പോയിട്ടില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ പോയിട്ടേ ഇല്ല. എക്സാം എഴുതിയിട്ട് ഞാൻ എല്ലാ ഒരുതരം കുറെ ഞാൻ എൻജോയ് ചെയ്തു. ഞാൻ ഒട്ടും എൻ്റെ ടീനേജ് എൻജോയ്, കോളേജ് ആയാലും അതുപോലെ തന്നെ ജോലി ആയാലും കൊച്ചി ഞാൻ കണ്ടു. ഞാൻ എൻ്റെ ടീനേജ് എന്ന് പറഞ്ഞാൽ വേറൊരു രീതിയിലുള്ള എൻജോയ്മെൻ്റ് ആയിരുന്നു. ഫാമിലി ഓറിയൻറ്റഡ് ചെയ്തിട്ടുള്ള മാക്സിമം ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു കോളേജ് ലൈഫിലുള്ള ഈ കുഞ്ഞു കുസൃതികൾ, കുഞ്ഞ് അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതൊന്നും എനിക്ക് അങ്ങനത്തെ മെമ്മറീസോ അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ മിസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകണമെന്നില്ല, എന്നെ കൂടെ തന്നെ പോവാം. ഞാൻ ഫ്രണ്ട്സിന്റെ കൂടെ ഒന്നും പോയിട്ടേ കൂടെ ആൾക്കാരുണ്ടായിട്ട് പോയിട്ടില്ല. പിന്നെയാണ് തന്നെ പോണത്. ഞാൻ കൂടുതലും എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് എന്നും നിന്റെ പോയി തന്നെ ഞാൻ പോയി കണ്ടത്. എനിക്ക് എങ്ങനെയാന്ന് വെച്ചാല് 9:30 ഞങ്ങൾക്ക് അസംബ്ലി എന്ന് വെച്ചാല് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന വെച്ചാൽ 9:25 എന്നെ കാറിൽ കൊണ്ടുവന്നാക്കും ഡാഡി. എന്നിട്ട് എന്നെ ഞാൻ ക്ലാസ് റൂമിൽ കയറി ഇരുന്നിട്ടാണ് ഡാഡി തിരിച്ചു പോരുക. അത് കഴിഞ്ഞിട്ട് ക്ലാസ് ഇപ്പോൾ 4 മണിക്കാണ് വിടണേന്ന് വെച്ചാൽ 3:55 കാർ അവിടെ ഉണ്ടാവും. ക്ലാസ് റൂമിൽ നിന്ന് നേരെ വണ്ടി കയറാം. അപ്പം അതുകൊണ്ട് അപ്പുറത്തും ക്ലാസ് റൂമിലുള്ള ആൾക്കാരെ പോലും എനിക്ക് അറിയില്ലായിരുന്നു. അതായിരുന്നു എൻ്റെ ഒരു ജീവിതം. ഞാൻ എൻ്റെ ഓർമ്മ ഇപ്പോൾ LKG തൊട്ട് ഇങ്ങനെ തന്നെയായിരുന്നു. ഡാഡി വരും, ആ സമയം വരും, കൊണ്ടുപോകും. അല്ലെങ്കിൽ ഇപ്പോൾ ഡ്രൈവർ ആണെങ്കിൽ ഡ്രൈവർ വരും, കൊണ്ടുപോകും. അതുകൊണ്ട് വേറെ ഇതായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. രാവിലെ വീട്ടിൽ വരും, കൈ പിടിച്ച് കൊണ്ടുപോകും, തിരിച്ചു കൊണ്ടുപോകും. ഇവരെന്നെ സ്കൂളിൽ വെച്ച് മറന്നൊക്കെ പോയിട്ടുണ്ട്. മഠത്തിലൊക്കെ പോയിരുന്ന ഏത്തക്കാ പോകും പാലൊക്കെ കുടിച്ചിട്ടേ വന്നിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഒരു സംഭവമേ പറയാനില്ല. ഇവരെന്നെ സ്കൂളിൽ മറന്നു വെച്ചിട്ട് വരും. എന്നിട്ട് വല്യപ്പൻ്റെ നല്ല അടി കിട്ടുമ്പോ എന്നെ വന്ന് തിരിച്ചുകൊണ്ട് പോകും. രണ്ടുപേരെ എന്നെ കൊണ്ടുപോവാ. ഒരാള് ചേച്ചി കൊണ്ടുപോകും, അല്ലെങ്കിൽ എഡിസൺ കൊണ്ടുപോകും. രണ്ടുപേരും മറന്നിട്ട് എന്നെ സ്കൂളിൽ വെച്ചിട്ട് വരും. ഇത്രയും ചെറിയ പീസിനെ മറന്നു പോകും. അപ്പൊ അവൻ വിചാരിക്കും ഇവള് കൊണ്ടുവരും, അവൻ കൊണ്ടുവരും. അങ്ങനെ രണ്ടുപേരും വിചാരിക്കത്തില്ല ഞാൻ അവിടെ ഇരിക്കും. അപ്പൊ മഠത്തിൽ എങ്ങനെയാന്ന് വെച്ചാല് അമ്മച്ചിയുടെ ഒരു സിസ്റ്റർ ഉണ്ട്. ആ സിസ്റ്റർ എന്ത് ചെയ്യുന്ന വിളിച്ചോണ്ട് പോയിട്ട് ഏത്തക്കാപ്പോ നല്ല ഒരു ഗ്ലാസ് പാലും അവിടെ ഇരുന്ന് റെഡിയാക്കി. എനിക്ക് ഇഷ്ടമായിരുന്നു അങ്ങനത്തെ പരിപാടിയൊക്കെ. എനിക്ക് ഇഷ്ടമായിരുന്നു. എനിക്ക് ഒരുപാട് ഞാൻ നാളെ നൊസ്റ്റിന്റെ വീഡിയോ ചെയ്യും. ഇനി നൊസ്റ്റ് പറഞ്ഞ ആൾക്കാർ എന്നെ ഓടിക്കും. സ്റ്റോറി പറഞ്ഞ് ഞാൻ വെറുതെ. ഇനി വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? ക്വസ്റ്റ്യൻ ആയോ? 12 മണിയായില്ലേ? അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. എനിക്ക് വന്ന ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ് കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ കോമൺ ആയിട്ട് വഴക്കൂടാറില്ലേ? ഞാൻ ചോദിക്കാം, ഇത് Q&A പോലെ ഞാൻ ചോദിക്കാം. വഴക്ക് കൂടിയ ആരാ ആദ്യം ഉണ്ട്? ആൻസിയാണോ ഡിംപിളാണോ? അയ്യോ, ഞാൻ പട്ടി പോലെ ചെല്ലണം. അല്ലാണ്ട് ആൻസി ചേട്ടൻ ഇങ്ങോട്ട് വന്നിട്ട് എപ്പോളജൈസ് ചെയ്യോ അല്ലെങ്കിൽ അയ്യോ ഡിംപിൾ ചെയ്ത് വിളിക്കുക അതൊന്നുമില്ല. നമ്മളിങ്ങനെ കുറേ ദിവസം ഞാൻ മിണ്ടാണ്ടിരിക്കും. ഒരു 3-4 ദിവസമൊക്കെ നോക്കും, ഒരു രക്ഷ ഉണ്ടാവില്ല. പിന്നെ നമ്മൾ തന്നെ അങ്ങോട്ട് ചെല്ലും. അത് നടക്കുള്ളൂ. ആൻസി ചേട്ടനായിട്ട് എവിടെയെങ്കിലും പോകണമെന്ന് ആഗ്രഹമുണ്ടോ? എബ്രോഡ്? ആൻസി ചേട്ടനെ അത് ഞാൻ ബാംഗ്ലൂർക്കൊന്ന് പോട്ടെ, എന്ത് നമുക്ക് എബ്രോഡ് പോവാം. നിങ്ങൾ പോയിട്ട് പറഞ്ഞ എനിക്ക് വരാൻ. ഞാൻ കൊണ്ടാക്കാൻ പോണ്ട് ഗൈസ്. എത്ര നാളായി പുറപ്പെട്ടു. അതെ, ഞാനും പുറപ്പെട്ടു തുടങ്ങിയിട്ട് വർഷങ്ങളായി തുടങ്ങി. പക്ഷെ ഈ പറഞ്ഞ പോലെ പല കാര്യങ്ങളും അത് റെഡി ആയിട്ട് വരുന്നില്ല. അപ്പം പല കാര്യങ്ങളും ഒന്ന് സെറ്റിൽ ആവാൻ വെയിറ്റ് ചെയ്യാണ്. ഇതുവരെ ഒന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ 1-1.5 വർഷമായിട്ട് ഒന്നും നടക്കുന്നില്ല. പറയാൻ പറ്റില്ല, നടക്കട്ടേന്നുണ്ട്. നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കണം. വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല. ക്വസ്റ്റ്യൻസ് ദാരിദ്ര്യമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ഡേ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ.